കൊട്ടിയൂരിൽ തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായി. ഇനി രോഹിണി ആരാധന. ആരാധനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് രോഹിണി ആരാധനയാണ്. ജൂൺ 14-നാണ് രോഹിണി ആരാധന. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ വൈഷ്ണവ സങ്കല്പത്തിൽ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ആലിംഗന പുഷ്പാഞ്ജലിയാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ചടങ്ങ്. ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം കുറുമാത്തൂർ ഇല്ലത്തെ കാരണവരായ കുറുമാത്തൂർ നായ്ക്കൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. തുമ്പമകറ്റണേ ഇമ്പമരുളണേ, തുമ്പമകറ്റണേ ഇമ്പമരുളണേ. വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ആരാധനയാണ് തിരുവോണം ആരാധന. തിരുവോണം നാളിൽ നടക്കുന്ന തിരുവോണം ആരാധന മുതലാണ് കൊട്ടിയൂരിൽ ഉത്സവം പൂർണ്ണ രൂപത്തിലാവുന്നത്. വിശേഷ വാദ്യങ്ങൾ തിരുവോണം ആരാധന മുതലാണ് തുടങ്ങുന്നത്. ആരാധനാ നാളിലാണ് പൊന്നിൻ ശിവേലിയും നടക്കുന്നത്. പഞ്ചഗവ്യം, നവകം, കളഭം എന്നിവ സ്വയംഭൂവിൽ ആരാധനാ നാളിൽ അഭിഷേകം ചെയ്യുന്നു. ആരാധനാ നാളിൽ ആരാധനാ സദ്യയും ഉണ്ടായിരിക്കും. ഇളനീർ വെപ്പിന് ശേഷം അഷ്ടമി 7:30 പകലുള്ള ദിവസമാണ് അഷ്ടമി ആരാധന. മറ്റ് ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമായി വാളറയ്ക്ക് മുന്നിൽ നടക്കുന്ന ഗൂഢപൂജയാണ് അഷ്ടമി ആരാധനയുടെ പ്രത്യേകത. ഇളനീരഭിഷേകത്തിന് ശേഷമുള്ള വിശേഷ ദിവസമാണ് രേവതി ആരാധന. രേവതി ആരാധന ബുധനാഴ്ച ഭക്തലക്ഷങ്ങളെ സാക്ഷിയാക്കി കൊട്ടിയൂരിൽ നടന്നു. കൊട്ടിയൂരിലെ അതിവിശിഷ്ടമായ ആരാധനയായ രോഹിണി ആരാധന ഞായറാഴ്ച നടക്കും. ആരാധനകൾ പൂർത്തിയായാൽ പെരുമാളിന് ചതുശതങ്ങളുടെ നാളുകളാണ്. തിരുവാതിര, പുണർദം, ആയില്യം, അത്തം നാളുകളിൽ പെരുമാളിന് വലിയ വട്ടളം പായസം നിവേദിക്കും. കൊട്ടിയൂരിലെ സമാനതകളില്ലാത്ത വൈശാഖ മഹോത്സവ നാളുകളിൽ പെരുമാൾ ദർശനത്തിന് ഭക്തലക്ഷങ്ങളാണ് എത്തുന്നത്. ചിത്തത്തിലെന്നും തെളിഞ്ഞിടണേ ദേവാ, അത്തലും ആദിയും തീർത്തിടണേ. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഐങ്കരദേവാ ഗജാനന ശങ്കരതനയ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,